മുംബൈ സ്വദേശിയിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിപ്പറിച്ച മലയാളി അറസ്റ്റിൽ. വടകര ആയഞ്ചേരി സ്വദേശി സുബിലേഷിനെയാണ് മുംബൈ താനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വടകരയിലെത്തി അറസ്റ്റ് ചെയ്തത്. പണം തട്ടിപ്പറിക്കുന്നതിന് CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ദൃശ്യങ്ങളിലേക്ക്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഇയാളുടെ കയ്യിൽ 30 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് ഈ അറസ്റ്റിലായ മലയാളിക്ക് അറിയാമായിരുന്നോ? സുബിലേഷിന് അറിയാമായിരുന്നോ? എങ്ങനെയായിരുന്നു ഈ മോഷണം? ഇതേക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? ഇപ്പോൾ മുംബൈ താനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണല്ലോ വടകരയിലെത്തി അറസ്റ്റ് ചെയ്തത്. പ്രവിത, ഈ സംഭവം നടന്നത് ഫെബ്രുവരി 21-നാണ്. ഇതിൽ 5 പേരുണ്ടായിരുന്നു. ഇതിൽ നേരത്തെ 5 പേരായിരുന്നു ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത്, ഈ തട്ടിപ്പറിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മുംബൈ പോലീസിന്റെ അന്വേഷണം, താനെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. അങ്ങനെയാണ് ഈ വടകര സ്വദേശിയിലേക്ക് ഈ ഒരു അന്വേഷണ സംഘം എത്തിയത്. നേരത്തെ ഈ സംഘത്തിലുണ്ടായിരുന്ന 4 പേർ നേരത്തെ തന്നെ പിടിയിലായിട്ടുണ്ടായിരുന്നു. പിടിയിലാവാനുണ്ടായിരുന്നത് ഈ വടകര സ്വദേശിയായ സുബിലേഷാണ്. അങ്ങനെ സുബിലേഷിനെ അന്വേഷിച്ചാണ് താനെ പോലീസ് വടകരയിലെത്തിയത്. ആ വടകരയിലെത്തിയ സമയത്ത് ഇയാൾ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഈ താനെ നിന്നുള്ള പോലീസ് സംഘം എത്തുന്നു. ആ സമയത്ത് ഇയാൾ ബഹളം വെക്കുന്നു. നാട്ടുകാർക്ക് സംശയമുണ്ടാകുന്നു. അങ്ങനെ വടകര ഈ സംഘത്തെ, മുംബൈയിൽ നിന്നുള്ള പോലീസ് സംഘത്തെ നാട്ടുകാർ തടഞ്ഞു വെക്കുന്നു. വടകര പോലീസിൽ വിവരം അറിയിക്കുന്നു. പിന്നീട് വടകര പോലീസ് ഈ അന്വേഷണ സംഘത്തെയും ഈ പ്രതിയെയും വടകര സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ 5 അംഗ സംഘം തട്ടിപ്പറിക്കുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 പേർ നേരത്തെ തന്നെ പിടിയിലായിരുന്നു. ഇയാളായിരുന്നു പിടിയിലാവാനുണ്ടായിരുന്ന മലയാളി. അങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിൻ്റെയും ഈ 4 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നെല്ലാമാണ് ഈ മലയാളിയിലേക്ക് ഈ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. അങ്ങനെ ഇന്ന് എത്തി വടകരയിൽ നിന്നും ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.